നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 17 മുതൽ 23 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുടുംബപരമായി വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അസുഖം മൂർച്ഛിച്ച് ശസ്ത്രക്രിയ വരെ എത്താൻ സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളിൽ ഗ്രഹനില കൃത്യമായി പരിശോധിച്ച് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണഫലം നൽകും. വാരത്തിന്റെ മധ്യത്തിൽ സഹോദരങ്ങളിൽ നിന്നുള്ള പിന്തുണയും ധനലാഭവും ഉണ്ടാകും. എന്നിരുന്നാലും സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ വാക്കുകളിൽ നിയന്ത്രണം വേണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനഭാഗ്യം, ശയനസുഖം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, വിദേശ നിർമ്മിതമായ സമ്മാനങ്ങൾ ലഭിക്കുക എന്നിവ ഈ വാരത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ വാരത്തിന്റെ മധ്യത്തിൽ സന്താനങ്ങളുമായോ പങ്കാളിയുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. വാരം അവസാനം ധനനേട്ടം ഉണ്ടാകുമെങ്കിലും കുടുംബപരമായി സങ്കീർണമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കാൻ ഇടയുള്ളതിനാൽ തൊഴിൽ രംഗത്ത് ശ്രദ്ധ വേണം. വാരം മധ്യത്തോടെ വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ശാരീരികമായ ഊർജ്ജസ്വലതയും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയോ കോടതിപരമായ കേസുകളിൽ വിജയം കൈവരിക്കുകയോ ചെയ്യും. ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. വാരം അവസാനം ശത്രുജയം, സാമ്പത്തിക നേട്ടം, ഭൂമിലാഭം, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിക്കുന്ന വാരമാണിത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. വളരെ കാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ടവരെ കാണാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരാനും അവസരം വന്നുചേരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും. ധനപരമായി നല്ല പുരോഗതി ഉണ്ടാകും. അപ്രതീക്ഷിതമായി പുതിയ സൗഹൃദങ്ങൾ രൂപം പ്രാപിക്കും. എങ്കിലും പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ വാരം ഭാഗ്യവും അവസരങ്ങളും നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്താൻ അവസരം ലഭിക്കും. ഈ യാത്രകൾ ആത്മീയത വളർത്താനും ജീവിതത്തിൽ സമാധാനം സന്തോഷവും കൊണ്ടുവരാനും സഹായിക്കും. ധനകാര്യങ്ങളിൽ നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ധനലാഭവും ഭക്ഷണസുഖവും കാത്തിരിക്കുന്നു. എന്നാൽ വാരം അവസാനിക്കുന്നതോടെ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകുവാൻ കാരണമായേക്കാം എന്നതിനാൽ സുഹൃത്ത് ബന്ധങ്ങളിൽ ജാഗ്രത വേണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ധാരാളം ക്ഷമയും ധൈര്യവും ആവശ്യമായി വരും. ചില തിരിച്ചടികളും നേട്ടങ്ങളും നിറഞ്ഞതായിരിക്കും ഈ വാരം. ലോൺ, കടബാധ്യത എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കേസ് വഴക്കുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങൾ അല്പം സമ്മർദ്ദത്തിലാക്കുമെങ്കിലും ബിസിനസ്സിൽ പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരത്തിലുണ്ട്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്ക് താൽക്കാലിക ശമനം ലഭിക്കും. ദീർഘകാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അനാവശ്യ കൂട്ടുകെട്ടുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. മാനഹാനിയും അപമാനവും സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ആരോടൊക്കെയാണ് ഇടപഴകുന്നത് എന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക. എന്നിരുന്നാലും ഈ വാരത്തിന്റെ അവസാനത്തോടെ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ജോലിയിൽ അംഗീകാരവും പ്രശംസയും ലഭിക്കും. ധനലാഭം, കീർത്തി, ദാമ്പത്യ ഐക്യം എന്നിവയ്ക്ക് ഇടയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ വളരെ നാളായി കാണാതിരുന്ന ബന്ധുജനങ്ങളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സാധിക്കും. ഏതെങ്കിലും മംഗളകർമ്മങ്ങളിൽ നിറസാന്നിധ്യമാകാൻ അവസരം ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്ന് മികച്ച സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കാം. വാരം അവസാനത്തോടെ നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിലെ ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന സവിശേഷ സമയമാണിത്. ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കുവാൻ സാധിക്കും. സൈനികം, അഗ്നിശമന സേന തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി ലഭിക്കാൻ യോഗമുണ്ട്. സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം വേദി പങ്കിടാനും സാധിക്കും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി വീണ്ടും ഒന്നിച്ചു കഴിയാൻ തീരുമാനിക്കും.
മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ കേസ് വഴക്കുകൾ വഴി ശത്രുത ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കണം. അന്യജനങ്ങളെ അമിതമായി സഹായിക്കാൻ പോകുന്നത് വഴി അപമാനം നേരിടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. വാരം മധ്യത്തോടുകൂടി തൊഴിൽ ക്ലേശങ്ങൾ മാറി ജോലിഭാരം കുറയും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അർഹമായ പുതിയ അവസരങ്ങൾ വന്നുചേരും. കുടുംബത്തിൽ മനസമാധാനം സന്തോഷവും ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കാം. കടബാധ്യതകൾ മാറുവാനുള്ള വഴികൾ തുറന്നു കിട്ടും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മാനസികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യമോ അന്യദേശവാസമോ അനുഭവത്തിൽ വന്നേക്കാം. വാരം മധ്യത്തോടുകൂടി അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വളരെ കാലമായി കിട്ടാതിരുന്ന പണമോ സമ്മാനമോ ലഭിക്കുവാൻ ഇടവരും. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ദാമ്പത്യ ഐക്യം, ശത്രുനാശം, കീർത്തി എന്നിവ ലഭിക്കും. സമൂഹത്തിൽ ആദരിക്കപ്പെടാൻ ഭാഗ്യം ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ സ്ഥാനപ്രാപ്തിക്ക് യോഗമുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബപരമായി വളരെയധികം വെല്ലുവിളികളും മനസ്വസ്ഥതക്കുറവും ഉണ്ടാകുന്ന വാരമാണിത്. കുടുംബത്തിൽ ജീവിത പങ്കാളിക്കോ സ്വന്തം ആരോഗ്യാവസ്ഥയ്ക്കോ സന്താനങ്ങൾക്കോ ആശുപത്രിവാസത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരേണ്ട അവസ്ഥ വരികയും ചെയ്യാം. സന്താന ഭാഗ്യത്തിനായി പരിശ്രമിക്കുന്നവർക്ക് ഈ സമയം അല്പം തടസ്സങ്ങൾ നേരിടാം. എങ്കിലും തൊഴിൽ ക്ലേശവും യാത്രാ ദുരിതവും വാരം അവസാനിക്കുമ്പോഴേക്കും പൂർണ്ണമായി പരിഹരിക്കപ്പെടും. അപ്രതീക്ഷിതമായി ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും കൂട്ടു ബിസിനസ്സിൽ വൻ ലാഭമുണ്ടാക്കുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.